ഈ അപ്സര എന്ന് പറഞ്ഞ ഇവിടെയാണ് നമ്മൾ റൂം എടുത്തത്. നമ്മളെ കോഴിക്കോട് KSRTCയിലേക്ക് പോവാണ്. അപ്പം അങ്ങനെ നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ നേരെ താഴത്ത് നമ്മളെ ബൈക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സാഗർ ഹോട്ടലിലേക്ക് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഉണ്ടാവും. അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാവും, ചെറിയൊരു ഇതുണ്ടാവും, ഒരു ആർച്ച് ഉണ്ടാവും. കറക്റ്റ് 1:06 നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നമ്മൾ ഇറങ്ങിയിട്ടോ. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് റേസ്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാ പോണത്? കിട്ടിയ അല്ല ഊട്ടി. യെസ്, അങ്ങനെ തന്നെ ആവും. എൻ്റെ ഭാര്യ കറക്റ്റായിട്ട് ഒരു കാര്യം പറഞ്ഞു. പിന്നെ ഇന്ന് നമ്മളെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മൈ ലവ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം 5:30 ആയിട്ടുണ്ട്, രാവിലെ 5:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കോഴിക്കോട് KSRTCയിലേക്ക് പോവാണ്. അപ്പം 6:20 ബസ് എന്നാണ് പറഞ്ഞത്. ചില ടൈമിൽ 6:00 എടുക്കും, ചിലപ്പോൾ നേരെ 6:40 ആ ബസ് എടുക്കും. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നേരെ നമ്മൾ കോഴിക്കോട് KSRTCയിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, നമ്മളങ്ങനെ KSRTCയിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ KSRTC എത്തിയിരിക്കുകയാണ്. റെയിമിൻ്റെ വണ്ടിയാണുള്ളത്. റെയിം ആവശ്യമില്ല, വാടക കൊടുത്താൽ ആളെ. ഞാൻ അങ്ങോട്ടേക്കൊക്കെ ആദ്യമായിട്ടാ. അങ്ങനെ നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ നേരെ താഴത്ത് നമ്മളെ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് നമ്മൾ പോവുകയാണ്. അങ്ങനെ അവിടുന്ന് റെസിപ്റ്റും വാങ്ങി നമ്മൾ പോവുകയാണ്. അങ്ങനെ നമ്മൾ കോഴിക്കോട് KSRTCയിൽ എത്തിയിട്ടുണ്ട്. 6:30 ബസ് ഇവിടെ എത്തുക. 12:13 എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മളെ ഫില്ലർ ഉണ്ടാവും, മറ്റേ ഫില്ലർ ബാക്കിൽ, അങ്ങനത്തെ ഫില്ലറിൻ്റെ അവിടെ അതാണ് സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ബസ്സൊക്കെ എത്തിയിട്ടുള്ള വീഡിയോ കാണാം. ഇതാ ഇവിടാണ് എത്തട്ടോ. വൈക്കടവ്, മഞ്ചേരി, നിലമ്പൂർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചാൽ ഇവിടാണ് ബസ് വന്ന് വെക്കുക. ബസ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടില്ല. ഈ കാണുന്നതാട്ടോ ബസ്. കറക്റ്റ് 6:40 ഇവിടുന്ന് KSRTCന്ന് ബസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന ഈ ബസ് റൂട്ട് എന്ന് വെച്ചാൽ നേരെ കൊണ്ടോട്ടി വഴി മഞ്ചേരി, നിലമ്പൂർ, വൈക്കടവ് വഴി ഗൂഡല്ലൂർ, നേരെ ഊട്ടി, അങ്ങനെയാണ് പോവുക. അതുപോലെ തന്നെ പുലർച്ചയ്ക്ക് 5:20 ഒരു ബസ്സും കൂടി ഉണ്ട് കേട്ടോ. അത് സുൽത്താൻ ബത്തേരി വഴി നേരെ ഊട്ടിയിലെത്തുന്ന ഒരു ബസ്സാണ്. അപ്പോൾ നമുക്ക് ഈ ഏകദേശം ഒരു 150 കിലോമീറ്ററോളം പോകാണ്ട്, ഒരു 5.5 മണിക്കൂർ നീണ്ട യാത്രയാണ്. അങ്ങനെ ടിക്കറ്റൊക്കെ തന്നിട്ടോ. 380 രണ്ടാൾക്കുള്ള ടിക്കറ്റ്. അപ്പോൾ ഒരാൾക്ക് വരുന്നത് 190 റുപ്യാണ് ഒരാൾക്ക് വരിക. രാവിലെ 5:20 പോകുന്ന ബസ്, അതായത് ഊട്ടിയിലേക്ക്, വയനാട് വഴി ഊട്ടിയിലേക്ക് പോകുന്ന ബസ്സിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേ, എല്ലാവരും കയറി കാണണം കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ രാമനാട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 7 മണിൻ്റെ ഉള്ളിലേ നമ്മൾ രാമനാട്ടിൽ എത്തിയിട്ടുണ്ട്. ഇരുപത്തഞ്ചായപ്പോൾ നമ്മൾ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ.
വലിയ ടൈമൊന്നും നിർത്തണമെന്നില്ല, കൂടി പോയാൽ 1 മിനിറ്റ്. 7:56 നമ്മളതാ മഞ്ചേരി ടൗണിലെത്തിയിട്ടുണ്ട്. അങ്ങനെ 8:20 ആയപ്പോൾ നമ്മളിതാ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന നമ്മളെ കൊനോളി പ്ലോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ആദ്യ മനുഷ്യനിർമ്മിതമായ തേക്കിൻ തോട്ടമാണ് ഈ കൊനോളി പ്ലോട്ട് കേട്ടോ. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഈ തോട്ടത്തിന് 5.675 ഏക്കർ വിസ്തൃതിയുണ്ട് കേട്ടോ. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്തിൽ ഈ തേക്കും തടിക്ക് ഭയങ്കര ക്ഷാമമായ ടൈമിലെ അന്നത്തെ കളക്ടർ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് HV കനോലിയുടെ നിർദ്ദേശപ്രകാരമാണ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആയിരുന്ന ചാത്തുമേനോൻ 1846 ഈ തേക്കും തോട്ടം നട്ടുപിടിപ്പിച്ചത്. ബസ് സ്റ്റാൻഡ് ടൈം 9 മണി. രാവിലെ ആയാൽ വിശക്കും. ഈ വൈക്കട വഴി വണ്ടി നിർത്തുള്ളൂ ഫുഡായിക്ക്. അപ്പോൾ വൈക്കട വന്ന് കാണാം. കാലായിട്ടുണ്ട്. വൈക്കടവ് കഴിഞ്ഞു നമ്മളിങ്ങനെ പോകുന്നു. ഇങ്ങനെ സാഗർ ഹോട്ടലിലേക്ക് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് ഇവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നേരെ ഇവിടുന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 9:35 ആയിട്ടുണ്ട് ടൈം. വൈക്കടവിലുള്ള സാഗർ ഹോട്ടലിൽ നിന്നാട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചു. 2 ഇടിയപ്പം, 2 പൊറോട്ട, 2 മുട്ടക്കറി, 2 ചായ. ടോട്ടൽ നമുക്ക് ആയത് 154 രൂപയാണ്. വൈക്കടവിൽ നിന്ന് ഗൂഡല്ലൂരിലേക്ക് 30 കിലോമീറ്ററും ഊട്ടിയിലേക്ക് 78 കിലോമീറ്ററുമാണ്. വൈക്കടവിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നാടുകാണി ചുരം സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് RT ഓഫീസ്, ചെക്ക് പോസ്റ്റ് ഏരിയ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മൾ ഈ കയറി പോകുന്നത് നാടുകാണി ചുരമാണ്. നാടുകാണി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ഒരു സ്ഥലമാണ് കേട്ടോ.
നമ്മൾ ശരിക്കും ഈ ചുരം പകുതി നമ്മുടെ കേരളത്തിലും പകുതി തമിഴ്നാട്ടിലുമാണ്. അങ്ങനെ നമ്മൾ നേരെ തമിഴ്നാട്ടിലേക്ക് കയറുകയാണ്. ഇവിടെ മുതലാണ് തമിഴ്നാട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു കാറ് കത്തി കിടക്കുന്നത് കാണുന്നുണ്ട്. എങ്ങനെ കത്തിയാണ് എന്ന് കത്തിയാണെന്നൊന്നും കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ട് നിൽക്കുന്നത് ഇനിയും ഇവിടുന്ന് ഇങ്ങോട്ട് മൊത്തം തമിഴ്നാടാണ്. അങ്ങനെ നമ്മൾ നാടുകാണി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ നമുക്ക് കൊച്ചി ഗുരുവായൂർ ഭാഗത്തേക്ക് ഇവിടുന്ന് പോകാൻ കഴിയും കേട്ടോ. നമുക്ക് പോകേണ്ടത് ഇപ്പോൾ റൈറ്റ് സൈഡിലേക്കാണ്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇനി കുറച്ച് തേയിലത്തോട്ടം കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് നേരെ ഊട്ടിയിലെത്താൻ പറ്റുന്നതാണ്. നമ്മുടെ ബസ് ഇതാ ഗൂഡല്ലൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഗൂഡല്ലൂരിൽ നിന്ന് 50 കിലോമീറ്ററാണ് ഇനി നമുക്ക് ഊട്ടിയിലേക്ക് പോകാനുള്ളത്. തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുടിയേറി താമസിച്ചവരാണ് ഇവിടെ ഗൂഡല്ലൂരുള്ളത്. അതുപോലെ തന്നെ ശ്രീലങ്കയിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് വന്ന കുറച്ച് ആൾക്കാർ ഇവിടെ താമസമുണ്ടെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു വലിയ ശതമാനത്തോളം നമുക്കിവിടെ മലയാളീസും താമസമുണ്ട്. കുറേ കടകൾ മലയാളീസിൻ്റെ ആണ്. ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സുൽത്താൻ ബത്തേരി എത്തും. അതുപോലെ തന്നെ മൈസൂരിലേക്ക് 100 കിലോമീറ്ററാണ് ഇവിടുന്ന് പോകാനുള്ളത്. മൈസൂർ റൂട്ടിൽ പോകുമ്പോൾ 5 കിലോമീറ്റർ, ഇവിടുന്ന് 5 കിലോമീറ്റർ മൈസൂർ റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മുതുമലൈ ഫോറസ്റ്റ് എത്തും. അപ്പോൾ നമ്മൾ നേരെ കയറുന്നത് ഇപ്പോൾ നമ്മളെ ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡിലേക്കാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു 20 മിനിറ്റോളം നമുക്കിവിടെ വണ്ടി നിർത്തി തരും. അപ്പോൾ നമ്മുടെ ഹൈദരാബാദിൽ നിൽക്കുന്ന KSRTC ഉണ്ടല്ലോ, അത് സുൽത്താൻ ബത്തേരിക്ക് പോകുന്ന ബസ്സാണ് കേട്ടോ. നമ്മൾ ഇവിടുന്ന് 25 മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മൾ ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് പോവുകയാണ്. നമുക്കിനി 50 കിലോമീറ്റർ പോകാണ്ട് ഊട്ടിയിലേക്ക്. അതുപോലെ ഊട്ടിയിലേക്ക് പോകുന്ന ഇവിടുന്ന് 8 കിലോമീറ്റർ ഊട്ടി റോട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് നീഡിൽ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കേട്ടിട്ടില്ലേ, കൊടൈക്കനാൽ ഊട്ടിയൊക്കെ പോകുമ്പോൾ നമ്മുടെ സ്വകാര്യ വാഹനമായിട്ട് ബൈക്ക് കാറൊക്കെ ആയിട്ട് പോകുമ്പോൾ പാസ് നിർബന്ധമാണെന്നുള്ളത്. ഊട്ടിയിലേക്ക് പോകുമ്പോൾ പാസ് നമ്മളെ കയ്യിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഏരിയ ആണ് കേട്ടോ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ തമിഴ്നാട് സർക്കാരിൻ്റെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഏരിയ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മളിനി പോകുമ്പോൾ നമുക്ക് നല്ല മനോഹരമായ നമ്മുടെ തേയിലത്തോട്ടങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ കണ്ട് നേരെ ഊട്ടിയിലേക്ക് എത്താം. ആ ഇടതുവശത്ത് കാണുന്ന മല കണ്ടില്ലേ, അവിടെയാണ് നീഡിൽ പോയിന്റ് കേട്ടോ. നീഡിൽ പോയിന്റിലേക്ക് നമുക്ക് നടന്നു പോകാവുന്നതാണ്.
പക്ഷെ നമ്മളെ ബസ് അവിടെ എൻട്രി ഉള്ള സ്ഥലത്ത് നിർത്തുമെന്ന് അറിയില്ല. എന്നാലും ഞാൻ കാണിച്ചു തരുന്ന അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് നടന്ന് അങ്ങോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഈ ബസ്സിൽ വരുന്നവർക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. എന്താ വെച്ചാൽ ഈ നീഡിൽ പോയിൻ്റിൻ്റെ അവിടെ നമുക്ക് വണ്ടി നിർത്തിച്ചിട്ട് അവിടെ നമുക്ക് ഇറങ്ങിയിട്ട് നമുക്ക് അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് നടന്ന് ആ നീഡിൽ പോയിൻ്റ് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് അടുത്ത ഗുഡല്ലൂരിൽ നിന്ന് വരുന്ന അടുത്ത ഊട്ടി ബസ് ഉണ്ടാവും, അത് കയറി നമുക്ക് ഊട്ടിയിലെത്താവുന്നതാണ് കേട്ടോ. ഗൂഡല്ലൂർ ഊട്ടി റൂട്ടിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ യൂക്കാലി പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലം. നമ്മളെ ബസ് ഇപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോട്ടോസ് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വണ്ടി നിർത്താറുണ്ട് കേട്ടോ. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പോയിന്റ് കൂടി കണ്ടിട്ട് പിന്നെ അടുത്ത ഊട്ടിയിലേക്ക് ബസ് കയറിയിട്ടാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നീഡിൽ പോയിന്റ് ഇല്ലേ, അവിടേക്ക് പോകേണ്ട എൻട്രി ആണ് കേട്ടോ. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ആ ഗ്രീൻ ഇല്ലേ, അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നേരെ അങ്ങോട്ട് നടന്ന് പോകലാണ് കേട്ടോ. നിങ്ങൾക്ക് അതൊക്കെ കണ്ടിട്ട് ആസ്വദിച്ച് വരാവുന്നതാണ്. 2 പൊറോട്ടയും ഒരു മുട്ടക്കറിയും കഴിച്ചപ്പോൾ എന്ത് തോന്നുന്നു? പറയൂ പറയൂ. ബിരിയാണിക്ക് കാണാല്ലേ നമുക്ക്. നമ്മളിപ്പോൾ ഉള്ളത് പൈക്കര വാട്ടർഫാളിൻ്റെ എൻട്രി സ്ഥലത്താണ് കേട്ടോ. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്, 2 സൈഡിലും കാറുകളൊക്കെ നിർത്തിയിട്ടുകൊണ്ട് അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട്. വർക്ക് ഡേയ്സ് ആയിട്ടും നല്ല ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ഇനി ഒരു 20 കിലോമീറ്ററോളം ഊട്ടിയിലേക്ക് എത്താനുണ്ട് കേട്ടോ. പൈക്കര വാട്ടർഫാൾ കാണേണ്ടവർക്ക് ഇവിടെ ഇറങ്ങാവുന്നതാണ്. ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളൂ വാട്ടർഫാളിലേക്ക്. നിങ്ങൾക്ക് അടുത്ത ഊട്ടി ബസ്സിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഊട്ടിയിലെത്താവുന്നതാണ്. ഇപ്പം നമ്മുടെ ബസ് നിൽക്കുന്നത് കുറേ ഫിലിം ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാണ് കേട്ടോ. ഇതാണ് ഷൂട്ടിംഗ് പോയിന്റ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഈ സ്ഥലങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങാം. അടുത്ത ഊട്ടി ബസ്സിൽ കയറി നേരെ ഊട്ടിയിലേക്ക് വന്നാൽ മതി. നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് ഊട്ടിയിലേക്ക് ബസ്സുണ്ട് കേട്ടോ. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നേരെ തിരുവനന്തപുരം, നമ്മുടെ തൃശ്ശൂർ വഴി നിലമ്പൂർ വഴി നേരെ ഊട്ടിയിലെത്തുന്ന ബസ്സുണ്ട്. അത് ഡെയിലി 2 സർവീസ് ഉണ്ട് കേട്ടോ അവിടുന്ന്. അതുപോലെ നമ്മുടെ കണ്ണൂരിൽ നിന്നുണ്ട്, വയനാട് നിന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊന്ന് ഊട്ടി കണ്ട് നേരെ ഒന്ന് പോകണം, കുറച്ച് ബഡ്ജറ്റിൽ ഊട്ടി കണ്ട് പോകണം എന്നുള്ളവർക്കൊക്കെ ബസ്സിൽ വരാവുന്നതാണ്. പിന്നെ അതുപോലെ ഡ്രൈവിങ് ചടപ്പുള്ളവർക്കൊക്കെ ഇതിൽ വരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ബസ്സിൽ നിന്ന് യാത്ര ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ഉദകമണ്ഡലം എത്തിട്ടോ, അഥവാ നമ്മുടെ ഊട്ടി. ഈ റൈറ്റ് സൈഡ് കാണുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണ്. ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനാണ് ടോയ് ട്രെയിനിൻ്റെ. അപ്പം നമ്മളിതാ നേരെ ഊട്ടി എത്തി. ഇനി നമുക്ക് റൂം കാര്യങ്ങൾ നോക്കണം. ഇനി തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് പോകുന്ന ബസ്സിൻ്റെ ടൈം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വയനാട് സുൽത്താൻ ബത്തേരി വഴി വയനാട് പോയി നേരെ കോഴിക്കോട് എത്തുന്ന ബസ് 2:15 ഉച്ചയ്ക്ക് 2:15 ഇവിടുന്ന് എടുക്കും. അപ്പോൾ നിങ്ങളൊരു 2 മണീൻ്റെ മുന്നേ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഈ സെയിം റൂട്ട്, ഇപ്പോൾ നമ്മൾ വന്ന ഈ റൂട്ട്, അതായത് ഇപ്പോൾ ഊട്ടി ഗൂഡല്ലൂർ നമ്മൾ നേരെ വൈക്കടവ് നിലമ്പൂർ വഴി നേരെ കോഴിക്കോട് എത്തുന്നത് 3:15 കേട്ടോ. അതായത് ഉച്ചയ്ക്ക് ശേഷം 3:15. ഒരു 3 മണീൻ്റെ മുന്നേ ബസ് ഇവിടെ വന്ന് ട്രാക്കിലിടും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നേരത്തെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും സീറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് പോകട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ സ്റ്റാൻഡിലേക്ക് കയറണം. ഇതാണ് ഊട്ടി ബസ് സ്റ്റാൻഡ്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്, ബസ് സ്റ്റാൻഡിൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട്.
ഇവിടുന്ന് വിവിധ ഭാഗത്തേക്ക് പോകാനുള്ള ബസ്സൊക്കെ കിട്ടും കേട്ടോ. കോയമ്പത്തൂർ അങ്ങനെ കുറേ ബാംഗ്ലൂർ മൈസൂരൊക്കെ ഇവിടുന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങനെ പോകട്ടോ. അപ്പോൾ നമ്മൾ റൂം നോക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഊട്ടിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു കോഴിക്കോട് നിന്ന് ഊട്ടി വരെയുള്ള ബസ് യാത്ര പറയൂ. എന്ത് രക്ഷമുണ്ട്. അപ്പോൾ 190 രൂപയ്ക്ക് ഇതാ നമുക്ക് ഊട്ടിയിലെത്തട്ടോ. രാവിലെ 6:40 അവിടുന്ന് വണ്ടി ഇട്ട് ഇവിടെ കറക്റ്റ് 1:06 ആയപ്പോൾ ഇവിടെ ഉച്ചക്ക് 1:06 ഊട്ടിയിലെത്തി. ബാക്കിൽ കാണാനാണ് ഊട്ടി ബസ് സ്റ്റാൻഡ് കേട്ടോ. അപ്പോൾ നമ്മളിനി വീടല്ല റൂം ഒന്ന് സെറ്റാക്കണം. അപ്പോൾ നമ്മൾ റൂമിലെത്തിയിട്ട് റൂം കൂടി കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ബസ്സൊക്കെ ഇറങ്ങി കുറച്ച് നേരം നടന്നിട്ടോ. എന്താ വെച്ചാൽ റൂം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇവിടെ ഇന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 2500-3000 എന്നൊക്കെ പറയുന്നത്. ഭയങ്കര റേറ്റ്. അങ്ങനെ കുറച്ച് നടന്ന് കുറച്ച് പുറത്തേക്ക് വന്നപ്പോൾ നമുക്ക് റൂം കിട്ടി. ഇതാണ് റൂം. 1500 റുപ്യ ആണിപ്പോൾ റൂമിന് വിത്ത് അറ്റാച്ച്ഡാണ്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഫ്രഷൊക്കെ ആയി ഡ്രസ്സൊക്കെ മാറി ഇനി പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. ഈ കാണുന്നതാണ് ഊട്ടി ബസ് സ്റ്റാൻഡ്. ഇവിടെ നേരെ ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു വരിക. നടന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കാണും. അങ്ങനെ ഒരു കിൻഫാക്ഷൻ എന്ന് പറയുന്ന സ്ഥലം കാണാൻ നിങ്ങൾക്ക്. ഇവിടെ നിന്ന് നേരെ ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ മൊത്തം റൂംസ് തന്നെ കേട്ടോ. ഈ കാണുന്ന സ്ഥലത്തൊക്കെ റൂംസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്ന് ചോദിച്ചാൽ മതി. ഇവിടെ 3-4 റൂംസ് ഉണ്ട്. റൂം എടുത്തതിൻ്റെ ഒരു കോമ്പൗണ്ട് ഇതാണ് ഈ അപ്സര എന്ന് പറഞ്ഞ ഇവിടെയാണ് നമ്മൾ റൂം എടുത്തത്. ഇതാണ് കേട്ടോ റൂമിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ. ഫാനില്ല, ഫാനിൻ്റെ ആവശ്യമില്ല. ഇവിടെ TV ഒക്കെ ഉണ്ട് കേട്ടോ. വർക്ക് ചെയ്യുമോ അറിയില്ല, വർക്ക് ചെയ്യാൻ നോക്കണം. പിന്നെ ഫാനിൻ്റെ ആവശ്യമില്ല ഇവിടെ, നല്ല തണുപ്പുണ്ട്. ഇതാണ് ടോയ്ലറ്റ്. അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ നല്ലൊരു മിററുണ്ട്. എന്താ ശരി. അങ്ങനെ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം നമ്മൾ ഇത് മറ്റേ ഫുഡ് ഉണ്ടാക്കണ തത്തല്ലേ. അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.